I heard a girl who was 7 stand up to me one day and ask me, why is it that my mother does not pray 1 week every month? Why is it that the lady has to ride villain on a motorcycle? Why is it that girls are not allowed to climb fences and climb trees? നമുക്ക് കുറേ എന്തൊക്കെയോ പറയാനുണ്ട് എന്നൊരു തോന്നൽ വരും. പക്ഷേ വെൻ ഓൾ ദ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റീസ് അക്യുമുലേറ്റ്, ഒരു പേനയോ പേപ്പറോ എടുത്തിട്ട് ഒരു കഥയോ കവിതയോ അവിടെ ജനിക്കും. പക്ഷേ ഇറ്റ്സ് after that is born, you also feel yourself a new person. And after hearing this, sir ingane aduthu vilichittu parnu, it's people like you we want in the service to have a corruption free nalloru service nu vendittu we want good people like you in that. And for interview preparation and lead in the interview bootcamp regular aayittu attend cheyidunnu. Group discussions Unnikrishnan sir ayirunnu moderate cheyidirunne. So I found those sessions very very helpful. You feel more happy that you are not alone in this journey of you were not alone in the journey, and you also not alone in success. You have lots of friends ആയാലും ഇപ്പോൾ റിലേറ്റീവ്സ് ആയാലും ഈവൻ നാട്ടുകാരും ഇപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ മീൻ കൊണ്ടുവരുന്ന ഒരു ചേച്ചിയുടെ ഒരു സന്തോഷമായാലും, ഐ തിങ്ക് ദാറ്റ് കൈൻഡ് ഓഫ് എൻ ഇന്നസെൻറ്റ് ജോയ് ദറ്റ് യു സീ ഫ്രം പീപ്പിൾ. ഇത് കിട്ടിയില്ലെങ്കിൽ ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? കാരണം വേറെ PSC ടെസ്റ്റ് എഴുതിയിട്ടൊന്നും റാങ്ക് ലിസ്റ്റ് വരുന്നില്ല. യൂണിവേഴ്സിറ്റി അസസ്മെൻറ്റ് എഴുതി പ്രിലിംസ് കയറിയെങ്കിലും മെയിൻസ് പോയി. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ വേറെ ഏതൊരു എക്സാം എഴുതി, അതും ലൈക്ക് ഐ ഡിഡ്ന്റ് മേക്ക് ഇറ്റ് ടു ദി ലിസ്റ്റ്. ഈ വർഷത്തെ സിവിൽ സർവീസ് ഫലം വന്നപ്പോൾ കേരളത്തിൽ നിന്ന് സിവിൽ സർവീസ് നേടിയ നിരവധി പേർ ആദ്യ ശ്രമത്തിൽ തന്നെ ഈ നേട്ടം കൈവരിച്ചവരാണ്. സാധാരണ IIT പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ച് ഡൽഹിയിൽ പരിശീലനം നേടിയാൽ മാത്രമേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു നരേറ്റീവ് ഉണ്ടായിരുന്നു. അത് പതിയെ മാറി വരുന്നുണ്ട്. അത്തരത്തിൽ സിവിൽ സർവീസിന്റെ സീൻ മാറ്റിയൊരു വർഷമാണ് ഇപ്പോൾ ഈ വർഷം റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടത്. എന്തായാലും അതിൽപ്പെട്ട ഒരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ലീഡിന്റെ സക്സസ് പോഡിയത്തിലുള്ളത്, കസ്തൂരി ഈ വർഷത്തെ പരീക്ഷയിൽ 68ാം റാങ്ക് കരസ്ഥമാക്കി അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച ആളാണ്. ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. കസ്തൂരി തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശിനിയാണ്. +2 ഹ്യൂമാനിറ്റീസ് പഠിച്ച ശേഷം തിരുവനന്തപുരം മാർ വേനൂസ് കോളേജിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജിൽ ബിരുദം നേടിയ ശേഷമാണ് സിവിൽ സർവീസ് നേട്ടം കരസ്ഥമാക്കിയിട്ടുള്ളത്. കസ്തൂരി, സ്വാഗതം. എനിക്കൊന്ന് ലിറ്ററേച്ചറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാനൊരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് ആണ്. ആരാണ് ഫേവറേറ്റ് ഓഥർ? ഞാൻ കൂടുതലും ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് കൂടുതലും വായിക്കുന്നത്. ഫേവറേറ്റ് ഓഥർ ഈസ് കുറേ പേരുണ്ട്, അതിൽ ജയശ്രീ മിശ്ര. ഷീ ഈസ് വൺ അമംഗ് മൈ ഫേവറേറ്റ് ഓഥേഴ്സ്. റൈറ്റ്. സാധാരണ സിവിൽ സർവീസ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ താല്പര്യങ്ങൾ പലതും മാറ്റി വെക്കാറുണ്ട് ആൾക്കാർ. കസ്തൂരി സോഷ്യൽ മീഡിയയിലും സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പം വായനാശീലം അല്ലെങ്കിൽ നമ്മുടെ എഴുത്ത്, കസ്തൂരി നന്നായിട്ട് എഴുതുമെന്നും നമ്മൾ സംസാരിച്ചതിനെ കുറിച്ച്. കസ്തൂരി 3ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചൊരു ഓഥർ കൂടിയാണ്. അപ്പോൾ എഴുത്ത്, വായന, നമ്മുടെ മറ്റ് ഇഷ്ടങ്ങളൊക്കെ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടോ? പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. കാരണം പ്രിലിംസ് ടെസ്റ്റ് സീരീസോ മെയിൻസിൻ്റെ ആ തിരക്കുകളോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ മെയിൻസിനോട് അടുക്കുന്ന സമയം, പ്രിലിംസ് പാസ്സായ 3 മാസം ഒരു പക്ഷേ പഠനത്തിലേക്ക് മാത്രം ചുരുങ്ങേണ്ട ഒരവസ്ഥ വരും. ബിക്കോസ് ഷെഡ്യൂൾ അങ്ങനെ ആയിരിക്കുമല്ലോ. എല്ലാ ആഴ്ചയും മെയിൻസ് ടെസ്റ്റ് സീരീസ് കാണും, ഇതിനിടയിൽ ഒരു ഓപ്ഷണൽ ടെസ്റ്റ് സീരീസ് വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ യൂട്യൂബിൽ എന്നും കണ്ടന്റ് റെഗുലറായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ എന്നും നമുക്ക് എഴുതണമെന്ന് തോന്നിയാൽ പോലും ചിലപ്പോൾ എടുത്ത് എഴുതാനോ ഒന്നും സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഈ പ്രിലിംസ് കഴിഞ്ഞൊരു ഗ്യാപ്പ്, മെയിൻസ് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് ഉണ്ടാവും. സോ ആ സമയത്തൊക്കെ that is when I found time to write and create videos. Right. And sometimes also it's also a way of kind of giving an outlet, ഒരു pressure valve പോലെ. നമുക്ക് കുറേ എന്തൊക്കെയോ പറയാനുണ്ട് എന്നൊരു തോന്നൽ വരും. പക്ഷേ വെൻ ഓൾ ദ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റീസ് അക്യുമുലേറ്റ്, ഒരു പേനയോ പേപ്പറോ എടുത്തിട്ട് ഒരു കഥയോ കവിതയോ അവിടെ ജനിക്കും. പക്ഷേ after that is born, you also feel yourself a new person. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റി, അപ്പോൾ നമുക്ക് എല്ലാവർക്കും പല ഹോബീസ് ഉണ്ടാവും സർ. ചിലപ്പോൾ ഒരു പെയിൻറ്റിങ് ഇഷ്ടപ്പെടുന്ന ഒരാളിനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് പെയിൻറ്റിങ്ങിനെ കംപ്ലീറ്റ്ലി മാറ്റി വയ്ക്കാൻ കഴിയില്ല. ഇഫ് ദ പേഴ്സൺ ടേക്സ് ഫോർവേഡ് പെയിൻറ്റിങ് അലോങ്, ഇറ്റ് ക്യാൻ മേക്ക് ഹിസ് പ്രിപ്പറേഷൻ മോർ കംഫർട്ടബിൾ ആൻഡ് ബെറ്റർ ഇൻ എ ലോങ് റൺ. അതൊരു വലിയ ടേക്ക് അവേ ആണെന്ന് തോന്നുന്നു. അതോടൊപ്പം എഴുത്തിൻ്റെ വഴിയിലേക്ക് എപ്പോഴാണ് വരുന്നത്? പ്രിപ്പറേഷൻ്റെ സമയത്താണോ അതോ ഗ്രാജുവേഷൻ്റെ സമയത്താണോ? എപ്പോഴാണ് എഴുതി തുടങ്ങുന്നത്? എഴുതി തുടങ്ങുന്നത് കുഞ്ഞായിരുന്നപ്പോൾ എഴുതുമായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലെറ്റേഴ്സ് പഠിച്ച് നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ സ്റ്റോറീസും പോയംസും ഒക്കെ വായിക്കുന്ന ഒരു കാലമല്ലേ, ഒരു 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡ്.
ബാലരമയും കളിക്കുടുക്കയൊക്കെ വായിച്ചാണ് ആ ഒരു എഴുത്തിലേക്കൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പം ഇവർക്ക് ഇങ്ങനെ കഥ എഴുതാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും നോക്കിക്കൂടാ, ആ ഒരു തോട്ടായിരുന്നു. പിന്നെ ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ ഫ്രീ അവർക്ക് കിട്ടുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി ടീച്ചർ വന്നിരിക്കും, എല്ലാവരും ബെഞ്ചിൻ്റെ മുകളിൽ കവന്ന് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുന്ന ഇതിൽ നിന്നും ബട്ട് ആ ഒരു സമയം നമുക്ക് വെറുതെ ഉറങ്ങുന്നതിനേക്കാളും നമുക്ക് എന്തെങ്കിലും എഴുതാം, എഴുതിയ കാര്യം ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയെയോ കാണിക്കാം. അപ്പോൾ ആ ഫ്രണ്ട് അത് വായിച്ചിട്ട് ആ ഫ്രണ്ടിൻ്റെ കണ്ണിലൊരു അമേസ്മെന്റ് ആൻഡ് സർപ്രൈസ് നമ്മൾ കാണുമ്പോൾ ദാറ്റ് ഫീലിംഗ് വാസ് എ ബിഗ് എൻകറേജ്മെന്റ്. ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സെയിം തിങ് ഒരു ടീച്ചറിനെ കാണിക്കുമ്പോൾ ആ ടീച്ചർ പറയുന്ന നല്ല വാക്കുകൾ എൻകറേജ്മെന്റ്, ഇത് നമുക്കൊരു ബുക്കാക്കാം, ഇത് നമുക്ക് മാഗസിനിൽ കൊടുക്കാം. ഒരു കുഞ്ഞു മനസ്സിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ഈ നല്ല വാക്കുകൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ആ ഒരു പ്രോസസ്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സർ. തീർച്ചയായിട്ടും സ്വന്തമായിട്ട് എഴുതിയ കവിതകൾ ഏതാനും വരികൾ ഇവിടെ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യാം. യെസ് സർ, ഷുവർ. ഞാനിപ്പോൾ റീസെൻ്റ്ലി വന്ന കളക്ഷനാണ് 36 Shades of Red, പബ്ലിഷ്ഡ് ബൈ ഗ്രീൻ ബുക്സ്. അതിൻ്റെ അകത്ത് ഇറ്റ്സ് ഇംഗ്ലീഷ് പോയംസ് ആണ്. ഇപ്പം 3 sections ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇസ് ജോയ്സ് ഓഫ് ജീവ, വിച്ച് ഡീൽസ് വിത്ത് ഓൾ ദി ഹാപ്പിനെസ് ഓഫ് ലൈഫ്, all the pleasant experiences in life. Second is Sobs from Shoka, which deals with the anxieties, frustrations, sad moments in life. And third is Mahila Manifesto, which is women-centric ആയിട്ടുള്ള കുറച്ച് പെർസ്പെക്റ്റീവ്സ്, അതിനെ കുറച്ച് poems. So ആ Mahila Manifesto നകത്ത് I recite a poem called Why. The poem progresses in the series of lots of questions. ഒരു കുഞ്ഞു കുട്ടി കുറച്ചൊരു മുതിർന്ന സ്ത്രീയോട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ്. So, and the poem goes like this. I heard a girl who was 7 stand up to me one day and ask me, why is it that my mother does not pray 1 week every month? Why is it that the lady has to ride villain on a motorcycle? Why is it that girls are not allowed to climb fences and climb trees? I found these questions which I asked when I was 6, but the answers for which I know, but I do not have the courage to say now. It has lots of questions, so that is how. Okay. Right. നമ്മൾ ഈ വർഷം പൊതുവെ കണ്ടത് കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികളിൽ ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന പൊതുവെ ഇപ്പോൾ ഇൻ്റർവ്യൂ ബൂട്ട് ക്യാമ്പിൽ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആണെങ്കിലും മോക്ക് ഇൻ്റർവ്യൂസ് കണ്ടപ്പോഴും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സംസാരിക്കുമ്പോഴും ഇപ്പോൾ കസ്തൂരി ആണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ വളരെ നന്നായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ പൊതുവെ കണ്ട ഒരു പ്രത്യേകതയാണ്. കസ്തൂരി ആണെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേ കൃത്യതയോടുകൂടി ഇംഗ്ലീഷും മലയാളം ഒരുപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത് ലിറ്ററേച്ചർ പഠനത്തിന്റെ ഭാഗമായിട്ട് ആർജിച്ചെടുത്തതാണോ അതോ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും, പ്രത്യേകിച്ച് ഇന്റർവ്യൂ സ്റ്റേജിലൊക്കെ നമുക്കൊരു ഫിയർ ഉണ്ടാവും പലർക്കും, അപ്പോൾ അതെന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്തിരുന്നോ? I think ഇംഗ്ലീഷും മലയാളവും രണ്ടും ഈക്വലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഐ തിങ്ക് ഐ ഓവ് ഇറ്റ് ടു മൈ സ്കൂൾ. ഞാൻ 10th ക്ലാസ് വരെ പഠിച്ച അലൻ ഫെൽമിൻ പബ്ലിക് സ്കൂളിലാണ്. So the school promoted the language skills very much. We had a language lab where every week നമുക്ക് language communication skill training ഉണ്ടായിരുന്നു. Then it was a rule in the campus, English സംസാരിക്കണം, language periodൽ മലയാളം സംസാരിക്കാം, ബാക്കി എല്ലാ അവേഴ്സിലും it should be English. Even in the school bus it should be English. നമുക്ക് ഈ ക്ലാസ് ലീഡേഴ്സ് ഉണ്ടാവില്ല, അതുപോലെ there'll be spies. സ്റ്റുഡൻസിനെ തന്നെ അവർ സ്പൈസ് എടുക്കും, ഇതിൽ ആരെയും മലയാളം സംസാരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യണം. So I think all these things, അപ്പം there'll be a system. Class teachers എടുക്കുന്നതിലും it's always in English. And also the opportunities that we get during school time, like debate competitions, elocutions, discussions. അപ്പോൾ ഇങ്ങനെ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ it got built from the school going age, sir. നമ്മൾ സിവിൽ സർവീസിൻ്റെ ഒരു മേഖലയിലേക്ക് തിരിയുന്നത് എപ്പോഴാണ്? കാരണം പലർക്കും അതൊരു ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും, ഗ്രാജുവേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ കണ്ട ഏതെങ്കിലും ഒരു പരിചയപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥനായിരിക്കും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയായിരിക്കും അങ്ങനെ ഒരു മോട്ടിവേഷൻ. കസ്തൂരിയുടെ കേസിൽ എപ്പോഴാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്ന് ആദ്യമായിട്ട് ചിന്തിക്കുന്നതും ആ തീരുമാനം എടുക്കുന്നതും? ആദ്യം എനിക്ക് സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് അറിയാവുന്നുണ്ടായ വാസ് കളക്ടർ ആരെന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മഴയത്ത് കളക്ടറാണ് അവധി പ്രഖ്യാപിക്കുന്നതെന്നും ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണെന്നൊക്കെ അപ്പം മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് കളക്ടർ എന്ന വാക്ക്. അപ്പോൾ പിന്നെ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് ചോദിക്കും എന്താവണം, ഫസ്റ്റ് ഡേ ഇൻട്രൊഡക്ഷൻ പേര് എന്താവണം, പേര് കസ്തൂരി ഷാ, എന്താവണം കളക്ടർ ആവണം. അപ്പോൾ
ഏത് ഈ എക്സാമാണ് എഴുതേണ്ടെന്നോ ഇത്രയൊക്കെ പഠിക്കണമെന്നോ എന്ന് അറിഞ്ഞുകൂടാ. കളക്ടർ വാസ് ജസ്റ്റ് ദിസ് ഒരു പ്രോമിനൻറ്റ് പൊസിഷൻ ഇൻ സൊസൈറ്റി. ആ ഒരു ഇംപ്രഷനായിരുന്നു ആ ചൈൽഡ്ഹുഡ് മൈൻഡിലുണ്ടായിരുന്നത്. ആൻഡ് ദെൻ ഓവർ ടൈം ഐ സ്റ്റിൽ റിമെമ്പർ 6th സ്റ്റാൻഡേർഡിലാണ് ഐ കെയിം ടു നോ ദാറ്റ് കളക്ടർ ആവാൻ എക്സാം എഴുതണമെന്നും അത് സിവിൽ സർവീസ് എക്സാം ആണെന്നും സാറാണ് പറഞ്ഞു തരുന്നത്. വി ഹാഡ് എ സയൻസ് സർ, കിഷോർ സർ. അപ്പം കളക്ടർ എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു, ഡു യു നോ ഏത് എക്സാം എഴുതേണ്ടെന്ന് അറിയോ കളക്ടർ ആവാനെന്ന് സാർ ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ സാർ ഇങ്ങോട്ട് പറഞ്ഞു, ഇറ്റ്സ് എ സിവിൽ സർവീസ് എക്സാം ദറ്റ് യു ഹാവ് ടു റൈറ്റ്. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് നമ്മൾ സ്കൂളിലും കോളേജിലും എല്ലാ ഇനാഗുറേഷൻ ഫംഗ്ഷൻസിനും ദെയർ വിൽ ബി എ ബ്യൂറോക്രാറ്റ് കമ്മിങ്. So once I had a very good experience where class 12th പഠിക്കുമ്പോൾ വിൻസെൻ്റ് പോൾ സർ ആയിരുന്നു ഒരു essay റൈറ്റിംഗ് കോമ്പറ്റീഷൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ദ ടോപ്പിക് വാസ് ആൻറ്റി കറപ്ഷൻ, വിജിലൻസ് അവയർനെസ് വീക്കായിട്ട് റിലേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ സാർ പറഞ്ഞു, റാദർ ദൻ മീ ഗിവിങ് എ സ്പീച്ച് ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് സംബഡി ഫ്രം ദ യങ് ഓഡിയൻസ് കംസ് ആൻഡ് ടോക്സ്. അങ്ങനെ ടീച്ചർ എന്നെ വിട്ട് കസ്തൂരി പോയി പറയും. അങ്ങനെ ഞാൻ പോയി പറഞ്ഞു. ആൻഡ് ആഫ്റ്റർ ഹിയറിംഗ് ദ സാർ ഇങ്ങനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇറ്റ്സ് പീപ്പിൾ ലൈക്ക് യു വി വോണ്ട് ഇൻ ദ സർവീസ് to have a corruption free നല്ലൊരു സർവീസിന് വേണ്ടിയിട്ട് വി വോണ്ട് ഗുഡ് പീപ്പിൾ ലൈക്ക് യു ഇൻ ദറ്റ്. അപ്പോൾ സാറിൻ്റെ ഒരു മോട്ടിവേഷൻ ഹിയറിംഗ് ഇറ്റ് ഫ്രം എ സീനിയർ ഓഫീസർ വാസ് ലൈക്ക് ഐ ഫെൽ സോ ഹാപ്പി ഹിയറിംഗ് ദാറ്റ്. ആൻഡ് ഓക്കെ എന്നെ കൊണ്ട് പറ്റുമായിരിക്കും, സാർ ഇങ്ങനെ പറയുന്നു. ആ ഒരു കോൺഫിഡൻസ് ഒക്കെ അപ്പോഴായിരുന്നു സാർ. പിന്നെ നമ്മൾ പ്രിപ്പറേഷൻ്റെ ഒരു തുടങ്ങിയൊരു പോയിന്റ് ഉണ്ടാവും. അവിടെ ആയിരിക്കും ചിലപ്പോൾ പലരും NCERT പുസ്തകങ്ങൾ ബേസിക് റീഡിങ്സിനെ കുറിച്ചൊക്കെ പറയുന്നത്. ശരിക്കും അങ്ങനെ ഒരു ചിട്ടയായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയത് എപ്പോഴാണ് കസ്തൂരി? അത് ഗ്രാജുവേഷൻ്റെ ചിലർക്ക് ഗ്രാജുവേഷൻ്റെ സമയത്ത് തന്നെ പ്രിപ്പറേഷൻ ചിട്ടയായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇത് ക്ലിയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും, എന്തുകൊണ്ടാണ് പഠിച്ച് തുടങ്ങിയത് സിവിൽ സർവീസ്? അതെന്നായിരുന്നു ആ ഒരു പോയിന്റ് ഓർത്തെടുക്കാറുണ്ട്? സർ, കേരള സർക്കാരിൻ്റെ സ്റ്റേറ്റ് അക്കാഡമിയിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വെക്കേഷൻ 10th ക്ലാസ് കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് അവരൊരു കൈൻഡ് ഓഫ് ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് കോഴ്സ് പോലെ വെക്കാറുണ്ട് ഏപ്രിൽ മെയ് ഈ സമ്മർ വെക്കേഷൻ ടൈമിൽ. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തിരുന്നു. ഐ തിങ്ക് ദാറ്റ് വാസ് ദി ബിഗിനിങ്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ സെയിം കേരള സ്റ്റേറ്റ് അക്കാഡമിയിൽ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് വേണ്ടി അവർ എൻട്രൻസ് നടത്തും ഫോർ ദി വീക്കെൻഡ്, സാറ്റർഡേ സൺഡേ ബാച്ചസ്. അപ്പോൾ ആ എൻട്രൻസ് എഴുതി അങ്ങനെ അവിടെ അഡ്മിഷൻ എടുക്കുന്നു. സാറ്റർഡേ സൺഡേ പോയിരുന്നു. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് മീൻ ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ വന്നു ക്ലാസ്സിൽ പഠിപ്പിച്ചത് പഠിച്ചെന്നോ ലക്ഷ്മികാന്ത് വായിച്ചെന്നോ ഒന്നുമില്ല. സാറ്റർഡേ സൺഡേ ക്ലാസ്സിൽ പോവും, സാറുമാരുടെ ക്ലാസ് കേൾക്കും, വീട്ടിൽ വരും, പഠിക്കുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരിക്കും. സോ ആ ഒരു ബട്ട് ഐ കെപ്റ്റ് ഇൻ ടച്ച് വിത്ത് ദി സബ്ജക്ട്സ്, വിത്ത് കറണ്ട് അഫയേഴ്സ്, എന്താ നടക്കുന്നത്, എക്സാമിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെ, അങ്ങനെയൊക്കെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇനി ബേസിക് റീഡിങ്സിലേക്ക് വരും. നമ്മുടെ NCERT പുസ്തകങ്ങൾ എത്രമാത്രം കവർ ചെയ്തിട്ടുണ്ട്? പ്രത്യേകിച്ച് ആദ്യമായിട്ട് എഴുതുമ്പോൾ പല ഫീൽഡിൽ നിന്നുള്ളവർക്ക് NCERT ഒരു മേജർ സോഴ്സാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആകുമ്പോൾ. കസ്തൂരി എല്ലാ NCERT ഡിലിജൻ്റ്ലി ഫോളോ ചെയ്ത ഒരാളാണോ, അതോ സമയക്കുറവ് മറ്റു പ്രശ്നങ്ങളുണ്ട് NCERTയിൽ വേറൊരു അപ്രോച്ചാണോ ചെയ്തിട്ടുള്ളത്? ഞാൻ ആദ്യത്തെ 4 മാസം ഓപ്ഷണൽ സോഷ്യോളജിയാണ് പഠിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് റൗണ്ട് ഓഫ് NCERT ഒരു റീഡിങ്ങും കഴിഞ്ഞു. എന്നിട്ടാണ് പിന്നെ GS ബാച്ചിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തത്. സോ വാട്ട് ഹാപ്പൻ വാസ് കുറേ NCERTs ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കുമല്ലോ, സ്കൂളിൽ പഠിച്ചത് തന്നെയാണ്. പക്ഷേ പഠിക്കാത്ത കുറച്ച് NCERTസും കാണും. സോ ഞാൻ NCERTs റിലീജിയസ്ലി ഫോളോ ചെയ്ത ഒരാളാണ്. പിന്നെ നോട്ട്സ് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. NCERTസിൽ തന്നെ ഹൈലൈറ്റിങ് ആൻഡ് അണ്ടർലൈനിങ് ചെയ്തിരുന്നു. പിന്നെ ഒരു NCERT ടെസ്റ്റ് സീരീസ് എടുത്തിരുന്നു. സോ യെസ്, ഓൾമോസ്റ്റ് എല്ലാം ഫ്രം 6 to 12. സയൻസിൻ്റെ 11, 12 എടുത്തിട്ടില്ല, ബട്ട് അതർ തിങ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ ഘട്ടം പരീക്ഷയുടെ പ്രിലിമിനറി പരീക്ഷയാണ്. ഇപ്പോൾ മുമ്പ് സംസാരിച്ചപ്പോഴും CSATനെ കുറിച്ചുള്ള കൺസേൺസ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ എഴുതിയപ്പോൾ CSAT ആയിരുന്നു ഏറ്റവും കൂടുതൽ ഒരു ഹെഡ് ഏക്ക് അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ആ ഫിയർ ഓവർകം ചെയ്തത്? എന്തായിരുന്നു CSAT ക്ലിയർ ആകാനുള്ള പ്രിപ്പറേഷൻ? CSATന് I think we can divide it into 3 areas, right? Comprehension, പിന്നെ logical and the mathematical mental ability. So there I think we can identify ഓരോ ആൾക്ക് ഓരോ സ്ട്രോങ് ഏരിയ കാണും. സോ ഐ വാസ് കംഫർട്ടബിൾ വിത്ത് ഡൂയിങ് കോംപ്രിഹെൻഷൻ. സോ കോംപ്രിഹെൻഷൻ ആയിരുന്നു ദി ഫസ്റ്റ് 1 hour ഐ യൂസ് ടു സ്പെൻഡ് ഡൂയിങ് കോംപ്രിഹെൻഷൻ പാസേജസ്. അത് കഴിഞ്ഞിട്ട് വരുന്ന 1 hour ഐ യൂസ് ടു എല്ലാ ക്വസ്റ്റനും എല്ലാം പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ട് സ്ട്രോങ് ഏരിയ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് വിശ്വാസമുള്ള, ഉത്തരം തെറ്റിപ്പോവില്ല എന്ന് ഉറപ്പുള്ള ഏരിയാസിലെ കുറച്ചൊരു മാത്സ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തിരുന്നു. സോ ദ തിങ് ഈസ് ഞാൻ ചെയ്യുന്ന 40 കൂടിയിട്ടില്ല ക്വസ്റ്റ്യൻസ്, പക്ഷേ തെറ്റുന്നതിൻ്റെ എണ്ണം കുറവായിരുന്നു. സോ ദാറ്റ് വാസ് ഹൗ
CSAT. മോക്ക് ടെസ്റ്റ് എടുത്തപ്പോൾ CSAT-നും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു, കാരണം പ്രിലിമിനറി പരീക്ഷയുടെ സമയമാണ്, പലർക്കും ഒരു സംശയമുണ്ട് അതിൽ ക്വസ്റ്റ്യൻസ് എത്ര മോക്ക് ടെസ്റ്റുകൾ CSAT-ന്റെ മറ്റേതായിട്ട് എത്രമാത്രം ചെയ്യാൻ പറ്റി? യെസ് സർ, CSAT ആദ്യമൊക്കെ സെപ്പറേറ്റ് രാവിലെ ചെയ്യുമായിരുന്നു. പിന്നെ കോമ്പറൻസ് വരാൻ തുടങ്ങിയ സമയത്ത് ഐ യൂസ് ടു ഡു ഇറ്റ് രാവിലെ GS ചെയ്തിട്ട് ഉച്ചയ്ക്ക് ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് CSAT. അത് യൂഷ്വലി വീക്കെൻഡ്സിൽ ചെയ്യും ടെസ്റ്റ് സീരീസിനോടെ. അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ മോക്ക് ടെസ്റ്റ് ഉണ്ടാവില്ല. ഐ ടുക്ക് ദ ലീഡിൻ്റെ പ്രിലിംസിൻ്റെ മോക്ക് ടെസ്റ്റ് അറ്റ് വിമൻസ് കോളേജിൽ. അപ്പോൾ അങ്ങനെ എവിടെയൊക്കെയും മോക്ക് ടെസ്റ്റ് ഉണ്ടോ അതൊക്കെ പോയിട്ട് എടുക്കുമായിരുന്നു. പിന്നെ ഓൺലൈനിൽ കുറേ മോക്സ് ചെയ്തു CSAT-ൻ്റെ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തു, ലൈക്ക് എല്ലാം കവർ ചെയ്തിരുന്നു. ഓക്കെ, ഇതാണ് സ്റ്റാർട്ട്. മെയിൻസിലോട്ട് വരുമ്പോൾ നമ്മൾ ആൻസർ റൈറ്റിംഗ് ആണ് അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകം. അപ്പോൾ കസ്തൂരി, ആൻസർ റൈറ്റിംഗ് ഓഫ് കോഴ്സ് ഒരു ലിറ്ററേച്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഭാഷയുടെ മേലെ നമുക്ക് കമാൻഡ് ഉണ്ട്, വൊക്കാബുലറി ഈസ് ഫൈൻ. പക്ഷേ എന്നാലും ആൻസർ റൈറ്റിംഗ് ചെയ്തു തുടങ്ങിയപ്പോഴാണ്, ഏത് സ്റ്റേജിലാണ്? ആൻസർ റൈറ്റിംഗ് ബിഫോർ പ്രിലിംസ് MCQ സോൾവ് ചെയ്യുന്നതിന് മുമ്പേ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ആൻസർ റൈറ്റിംഗ്. ബിക്കോസ് ഈ PYQ പ്രിലിംസ് വാസ് സംതിങ് ദറ്റ് ഐ ഫിയർഡ്. എനിക്ക് അത്ര ഉറപ്പില്ലാത്തയും എനിക്ക് ചെയ്ത് ശീലമില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ആൻസർ റൈറ്റിംഗ് വാസ് സംതിങ് ദറ്റ് ഐ കുഡ് മാനേജ് വെൽ. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു കംഫർട്ട് ലെവലിൽ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ആൻസർ. ലൈക്ക് സോഷ്യോളജി ചെയ്ത സമയത്ത് സോഷ്യോളജി പഠിക്കുകയും ചെയ്യും, അതിൻ്റെ ആൻസർ റൈറ്റിംഗ് അലോങ് സൈഡ് നടക്കും. ഇപ്പോൾ 4 months ഐ ഡിഡ് ഓപ്ഷണൽ ആൻസർ റൈറ്റിംഗ്. ക്ലാസ് തുടങ്ങിയിട്ടും there is a website, Insights on India. അതിൽ ഡെയിലി ആൻസർ റൈറ്റിംഗ് ചാലഞ്ചിന് ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് ദ ക്വസ്റ്റ്യൻ വിൽ ബി റിലേറ്റഡ് ടു ദി എഡിറ്റോറിയൽ ആ ദിവസത്തെ ഹിന്ദുവിലുള്ള. സോ യൂസ് ടു റീഡ് ദി എഡിറ്റോറിയൽ, ഫൈൻഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് സ്ട്രാറ്റജി. നമ്മുടെ ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് കറണ്ട് അഫയേഴ്സ്. എനിക്കൊന്ന് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. കാരണം കസ്തൂരി തുടക്കം മുതൽ സ്ട്രെസ് ചെയ്തൊരു കാര്യം ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ്. നേരത്തെ സംസാരിച്ചപ്പോഴും നമ്മളെന്തായാലും അതിനെക്കുറിച്ച് ഒരു സ്പെഷ്യൽ ഒരു സംഭാഷണം വേറെ ഉണ്ട്, അത് വിശദമായിട്ട് നമ്മളത് കാണുന്നത് എങ്ങനെയാണ് കസ്തൂരി ന്യൂസ് പേപ്പറിനെ സമീപിക്കുന്നത്. പക്ഷേ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ 3 സ്റ്റേജസിലും ന്യൂസ് പേപ്പർ റീഡിങ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഹിന്ദു ആണ് വായിച്ചിരുന്നത്. And that is something that was my New Year resolution for January 2022. But initially it took me long hours. പിന്നെ പതിയെ പ്രാക്ടീസിലൂടെ ടൈമൊക്കെ കുറഞ്ഞു വന്നു. ആൻഡ് പ്രിലിംസിന് വേണ്ടിയിട്ട് we used to mainly focus on national news, കേരള പേജ്, ട്രിവാൻഡ്രം പേജ്, ഇൻ സൗത്ത് അതൊക്കെ സ്കിപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു 1 and 1.5 hours അതിനെ ചുരുക്കാൻ പറ്റി. പക്ഷെ ഐ നോട്ട് ന്യൂസ് പേപ്പർ ഫുൾ ഒറ്റ ഇരിപ്പിന് വായിച്ച് തീർത്തിരുന്നില്ല. എഡിറ്റോറിയൽ പേജ്, അതുപോലെ തന്നെ മറ്റ് ഒപ്പീനിയൻ, അതൊക്കെ രാത്രിയത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കും. മേ ബി ആഫ്റ്റർ ഡിന്നർ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് എഡിറ്റോറിയൽ ആൻഡ് ഒപ്പീനിയൻ പേജ് വായിക്കാനിരിക്കുമായിരുന്നു. യെസ്. പിന്നെ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ഐ യൂസ് ടു റീഡ് ദ എൻറ്റയർ ന്യൂസ് പേപ്പർ ഇൻക്ലൂഡിങ് ദ റീജിയണൽ ന്യൂസ്, തിരുവനന്തപുരം എല്ലാം കവർ ചെയ്യുമായിരുന്നു. ഓക്കെ, ന്യൂസ് പേപ്പർ നോട്ട്സ് ഉണ്ടാക്കുമായിരുന്നു കസ്തൂരി, അതോ ഹൈലൈറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും രീതിയിൽ അത് നമ്മുടെ GS-ന്റെ നോട്ട്സിലൂടെ എങ്ങനെയാണ് ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഉത്തരത്തിലേക്ക് കൊണ്ടുവരുന്നത്? എന്ത് പ്രോസസ്സായിരുന്നു കസ്തൂരി? ജാനുവരി വായിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മുമ്പ് നടന്ന എന്താണെന്നൊന്നും വലിയ പിടിയില്ലാത്തതുകൊണ്ട് ഐ ഹാഡ് ടു മേക്ക് നോട്ട്സ്. അപ്പം ആ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ നോട്ട് എക്സാം ഓറിയൻറ്റഡ് അല്ല. എനിക്ക് തന്നെ മനസ്സിലാവാൻ വേണ്ടി ന്യൂസ് പേപ്പറിൽ കുറേ എഴുതി വയ്ക്കുമായിരുന്നു. ലൈക്ക് ജാനുവരി ടു ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 4 months ഐ വെൻറ്റ് ഓൺ മേക്കിംഗ് ലോങ് നോട്ട്സ്. ആൻഡ് ദെൻ ഐ ഗോട്ട് എൻ ഐഡിയ, ഓക്കെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ജസ്റ്റ് വായിച്ചാൽ മാത്രം മതിയാവും എന്ന് വന്നു. പിന്നെ ഞാൻ നോട്ട്സ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഉണ്ടാക്കിയ നോട്ട്സ് ഐ ഹവ് നോട്ട് റിവൈസ്ഡ് ദം എനിവെയർ. ഇറ്റ് വാസ് ജസ്റ്റ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ടു റീഡ് ദ ന്യൂസ് പേപ്പർ. പിന്നെ ഞാൻ എക്സാമിന് വേണ്ടി നോട്ട് ഉണ്ടാക്കുന്ന ആഫ്റ്റർ പ്രിലിംസ്, മെയിൻസിന് 3 മാസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ സർ. അപ്പോൾ ആ ടൈമിൽ എഴുതി വെക്കുമായിരുന്നു. ലൈക്ക് എക്സാമ്പിൾസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫാക്ട്സ്, സം ജഡ്ജ്മെൻറ്റ്സ്, അങ്ങനെയുള്ള വാല്യൂ അഡീഷൻ പോയിന്റ്സ് ന്യൂസ് പേപ്പറിൽ നോട്ട് മേക്ക് ചെയ്യാറുണ്ടായിരുന്നു. പ്രിലിംസിനോ മെയിൻസിനോ കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻസിനെ ആശ്രയിച്ചിട്ടുണ്ടോ? അത് പലർക്കുള്ളൊരു തെറ്റിദ്ധാരണ, ന്യൂസ് പേപ്പർ വളരെ വേർത്ത്ലെസ് ആണ്, അങ്ങനെ വായിക്കേണ്ടതില്ല, മന്ത്ലി കമ്പൈലേഷൻസ് അല്ലെങ്കിൽ ഇയർലി. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് കസ്തൂരിയുടെ സമീപനം? എന്താ കാഴ്ചപ്പാട് എന്താണ്? So compilations are helpful, പക്ഷേ it will not, I think it's not as helpful as a newspaper because at the end of a month എല്ലാം കൂടി ഒരു ഫോമിൽ കിട്ടുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് അനദർ ഡേറ്റ മെഷീൻ, കുറേ ഡേറ്റ ഉള്ള ഒരു സാധനം. ആൻഡ് യു ജസ്റ്റ് ഇറ്റ് ബിക്കംസ് വെരി മെക്കാനിക്കൽ. പക്ഷെ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ യു ഫോളോയിങ് ഇറ്റ് എവറി ഡേ, ഒരു ഓർഗാനിക് പ്രോസസ്സായി അത് മാറുന്നു. ദാറ്റ്സ് എ ഡിഫറൻസ് ഐ ഫീൽ. പക്ഷേ കമ്പൈലേഷൻ എടുത്തിട്ട്
ഒരു 200 ഇൻസൈറ്റ്സ് ഓൺ ഇന്ത്യയുടെ കമ്പാലേഷനാണ് ഫോളോ ചെയ്യുന്നത്. പ്രിലിംസിന് മുമ്പ് വായിച്ചിരുന്നു, മെയിൻസിന് വേണ്ടിയിട്ട് വായിച്ചിട്ടില്ല. അപ്പോൾ പ്രിലിംസിന് വാട്ട് ഐ യൂസ് ടു ഡു വാസ് രാത്രി ഒരു ബെഡ് ടൈമിന് മുമ്പ് ഒരു 15 to 20 minutes ഐ യൂസ് ടു സെറ്റ് അപ്പാർട്ട് ഫോർ റീഡിങ്. പക്ഷേ ഫുൾ വായിച്ച് തീരില്ല, മേ ബി ഒരു 50 to 60 പേജസ് ഒക്കെ എത്തും. അപ്പോഴത്തേക്കും അടുത്ത മാസത്തെ കമ്പാലേഷൻ ഇറങ്ങും. സോ ആൻഡ് എല്ലാം തന്നെ വായിക്കണമെന്നില്ല. ഇഫ് ദർ ഇസ് സംതിങ് ദാറ്റ് യു തിങ്ക് ദാറ്റ് യു ഫൊഗോട്ട് ഓർ നമ്മൾ ന്യൂസ് പേപ്പർ കാണാത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സിലക്റ്റീവ് റീഡിങ് ആയിരുന്നു. എസ് എക്കായിട്ട് പ്രത്യേക പ്രിപ്പറേഷൻ എന്തെങ്കിലും ചെയ്തിരുന്നോ? കാരണം എസ് എയിൽ നല്ല സ്കോർ ഈ വർഷം സ്കോർ ചെയ്തിട്ടുണ്ട്, 120+. അപ്പോൾ എങ്ങനെയാണ് എസ് എ പ്രിപ്പയറിനെ എങ്ങനെയാണ് സമീപിച്ചത്? അതിന് ഓഫ് കോഴ്സ് മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അതല്ലാതെ പ്രത്യേകമായിട്ടൊന്നും ഈ പ്രിപ്പറേഷൻ ആവശ്യമുണ്ടായിരുന്നു? എസ് എ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ എസ് എ കോമ്പറ്റീഷൻസ് വാസ് സംതിങ് ദാറ്റ് ഐ റിയലി ലവ്ഡ്. പക്ഷെ വെൻ ഐ കെയിം ടു UPSC ഐ ഓൾസോ റിയലൈസ്ഡ് ദാറ്റ് നമ്മൾ സ്കൂളിൽ എഴുതുന്ന അല്ലെങ്കിൽ കോളേജിൽ എഴുതുന്ന ഒരു എസ് എയുടെ ഡിമാൻഡിനെക്കാളും വി ഹാവ് ടു മോഡിഫൈ ദാറ്റ് എ ബിറ്റ് മോർ ആൻഡ് റീഷേപ്പ് ഇറ്റ്. പക്ഷേ ഇറ്റ്സ് സംതിങ് ദാറ്റ് ഐ ലേൺ ഫ്രം മൈ മിസ്റ്റേക്സ്. ആദ്യം ഞാൻ എസ് എഴുതുമ്പോൾ ഐ യൂസ് ടു ടോപ്പിക് കിട്ടിയ ഉടനെ തന്നെ പേന എടുത്ത് എഴുതാൻ തുടങ്ങും. But that is when I used to prepare with a friend, Hamis. We cleared prelims together. നമ്മൾ മെയിൻസിന് ഒരുമിച്ച് പഠിക്കായിരുന്നു. So he told me his strategy that he followed for essay. We used to write essays and exchange, and I found that his essays are more structured and organized. So he said, you should be doing this at first. Topic എടുത്തിട്ട് അതിനെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് ആദ്യമേ ഒരു സെറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് സ്റ്റാർട്ട് റൈറ്റിംഗ് ദി എസ്സേ. സോ ദാറ്റ് നമുക്ക് എല്ലാ ഡയമെൻഷൻസും കവർ ആവും. വരേണ്ട പോയിന്റ്സ് നമ്മൾ ആദ്യം ചിന്തിക്കുമ്പോൾ വരുന്ന പോയിന്റ്സ് പ്ലേസ് ചെയ്യാം. നത്തിങ് വിൽ ബി മിസ്ഡ് ഔട്ട് ഫ്രം ദ ഫൈനൽ ഡ്രാഫ്റ്റ്. അപ്പോൾ ദാറ്റ് തിങ് റിയലി ഹെൽപ്പ് ഔട്ട് ഓർഗനൈസിങ് തിങ്സ്. ആൻഡ് ഐ യൂസ് ടു മേക്ക് സബ് ഹെഡിങ്സ് ചെറിയൊരു സബ് ഹെഡിങ്സ് പോലെ കൊടുക്കുമായിരുന്നു, ലൈക്ക് 3, not more than 3. Another thing was ethicsന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യില്ലേ, ലൈക്ക് കോട്ട്സ്, കേസ് സ്റ്റഡീസ്, തിങ്സ്. Those things equally come in handy for essay as well. Right. So പിന്നെ ന്യൂസ് പേപ്പർ എന്നുള്ള ജനറൽ സ്റ്റാറ്റ് തിങ്സ്. ദെൻ നമ്മൾ വായിച്ചിട്ടുള്ള ബുക്സ്, കണ്ടിട്ടുള്ള മൂവീസ്, എനിത്തിങ്. ഇപ്പോൾ കുറച്ച് ക്രിയേറ്റിവിറ്റി നമുക്ക് ചിലപ്പോൾ ആ എസ്സേയുടെ ഇടയിൽ നമുക്ക് തന്നെ ഒരു പോയമൊക്കെ ഉണ്ടാക്കി എഴുതി വെക്കാം. സോ ഇറ്റ്സ് എ സ്പേസ് വെർ യു ക്യാൻ എക്സ്പ്രസ് യുവർ സെൽഫ് വെരി ഫ്രീലി. ഇനി ഓപ്ഷനിലേക്ക് വരുമ്പോൾ സോഷ്യോളജിയാണ് ഓപ്ഷണലായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിന് എന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടായിരുന്നോ, അതോ അത് സീനിയേഴ്സിനോട് ചോദിച്ച് അങ്ങനെ എടുത്തതാണോ, തീരുമാനമാണോ? സോഷ്യോളജി എടുക്കാൻ ഇഷ്ടം വാസ് ബിക്കോസ് ക്ലാസ് 11 and 12 ഹ്യൂമാനിറ്റീസ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട്. സോ ഐ നാച്ചുറലി ലവ് ദി സോഷ്യൽ സയൻസസ്. അങ്ങനെയാണ് സോഷ്യോളജി ഡിസിഷനിലേക്ക് വരുന്നത്. പിന്നെ ദി അവൈലബിലിറ്റി ഓഫ് എ സർ ഹു ക്യാൻ ടീച്ച് യു, നോട്ട്സ് എല്ലാം, ടെസ്റ്റ് സീരീസിൻ്റെ അവൈലബിലിറ്റി, അതൊക്കെ നോക്കിയായിരുന്നു. അതൊക്കെയാണ് ചെയ്തത്. എത്തിക്സിൻ്റെ കാര്യം പറഞ്ഞു. ഓഫ്കോഴ്സ് പത്രവായന ഒരു പരിധിവരെ എത്തിക്സ് പേപ്പറിനും സഹായിച്ചിട്ടുണ്ടാവും. അതല്ലാതെ സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും റിസോഴ്സസിനെ ആശ്രയിച്ചിരുന്നു, ഏതെങ്കിലും പുസ്തകങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സസ് ദാറ്റ് യു ക്യാൻ ഷെയർ? സോ എത്തിക്സ് ഇസ് സംതിങ് ദാറ്റ് ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ഇൻ ഒക്ടോബർ. അതായത് പ്രിലിംസിന് മുമ്പേ തന്നെ എത്തിക്സ് പഠിച്ചു വെച്ചിരുന്നു. ഐ തിങ്ക് ദാറ്റ് ഹാസ് വർക്ക്ഡ് ഇൻ ഫേവർ. ഇൻ എത്തിക്സ് ഓൾസോ ഐ ഹവ് സ്കോർഡ് മോർ ദാൻ 120. So that is a strategy that I think that has worked out. ഇപ്പോൾ ടേണിംഗ് ബാക്ക് ഇൻ നോക്കുമ്പോൾ. സോ ബാലാജിയുടെ എത്തിക്സ് ടെക്സ്റ്റ് അത് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 4-5 times വായിക്കാൻ രസമുള്ളതുകൊണ്ട് നമ്മൾ ഇറ്റ്സ് നോട്ട് ഹെവി ആസ് വെൽ. ലൈറ്റ് ലക്ഷ്മികാന്ത് വായിക്കുന്നതിൻ്റെ പകുതി എഫേർട്ട് പോലും ബാലാജി വായിക്കാൻ വേണ്ട. സോ ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു റീഡ്. അതല്ലാതെ പിന്നെ ലുക്മാൻ്റെ സോഴ്സസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാറിൻ്റെ നോട്ട്സ്, then class notes, slides. പക്ഷേ thing with ethics was I revised it. I got time to revise it because October to January already പഠിച്ച കാര്യം പിന്നെ പ്രിലിംസ് കഴിഞ്ഞ് ഒന്ന് റിവൈസ് ചെയ്തെടുക്കാൻ മാത്രമേ വേണ്ടി വന്നു. So I think that is a good strategy because most of my friends, what I found is prelims കഴിഞ്ഞായിരിക്കും everybody will be looking with ethics. അപ്പോൾ കുറച്ച് സ്ട്രെസ്ഫുൾ ആവും. But if you can like look into it, manage it earlier on, it will definitely benefit. Scoring കൂടെ ആയതുകൊണ്ട്. മെയിൻസിൻ്റെ റിസൾട്ടിന് ശേഷം ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻ്റർവ്യൂ ദിവസത്തെ എങ്ങനെ ഓർത്തെടുക്കുന്നു? ആ ദിവസത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്താണൊരു വാസ് ഇറ്റ് പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ഓവറോൾ? കാരണം ഇൻ്റർവ്യൂവിനെ കുറിച്ച് പല ടെൻഷനും കൊണ്ടായിരിക്കും ആദ്യമായിട്ട് അറ്റംപ്റ്റ് കൊടുക്കുന്ന ഒരാളും. എന്തായിരുന്നു ആ ദിവസത്തിൻ്റെ ഒരു എങ്ങനെ ഓർത്തെടുക്കുന്നു? ഇറ്റ് വാസ് ഓൺ April 9th, the last day അന്നായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ പ്ലസൻറ്റ് എക്സ്പീരിയൻസ്, എ വെരി മെമ്മറബിൾ. ആ UPSC ഭവനിലേക്ക് പോകുന്നതും ഷാജഹാൻ റോഡ്, ലൈക്ക് ഫസ്റ്റ് ടൈം ഇൻ ലൈഫ്. സോ ആ ഒരു സർപ്രൈസ് ഫാക്ടർസ് ഓൾവേസ് ദെയർ. ആൻഡ് ഐ വാസ് വെയറിങ് ലൈക്ക് അന്ന് ചെന്നപ്പോൾ ഐ ഫൗണ്ട് ലൈക്ക് ദെയർ വർ ലോട്ട്സ് ഓഫ് ബോയ്സ്, മെയിൽ
number was more, and there was like around like 5-6 women. So I was a bit anxious, like why aren't there more women candidates? And the existing women, avarum sari koduthu. I was wearing a churidar. അപ്പോൾ that's something that I really remember. പിന്നെ UPSC Central Hall waiting, I was the 5th to go. അപ്പോൾ ഉച്ചയായി വിളിച്ചപ്പോഴത്തേക്കും സ്വെയിൻ സാറിൻ്റെ ബോർഡായിരുന്നു. It was an all male member board again. And the interview went along like predictable lines ആയിരുന്നു sir, like DAF based questions and literature. I think the board was very interested in literature. So ആ ഒരു point ഒക്കെ വന്നപ്പോൾ we could connect a lot. So our members were very interested in literature. നമ്മുടെ KR മീരയുടെ ആരാച്ചാറൊക്കെ പറഞ്ഞപ്പോൾ they have read it. So we could bring a nice connection there. കറണ്ട് അഫയേഴ്സ് ഞങ്ങൾ ഒന്നും ചോദിച്ചില്ല. ഈവൻ ദോ ഐ റെഡ് പത്രമൊക്കെ രാവിലെ തപ്പിപ്പിടിച്ച് വായിച്ചിട്ടാണ് പോയെങ്കിലും നത്തിങ് കെയിം. ആൻഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് കേരള, ഫിനാൻഷ്യൽ ക്രൈസിസ്, സ്റ്റുഡൻറ് മൈഗ്രേഷൻ, അങ്ങനെ കുറച്ച് ലോക്കൽ കേരള ന്യൂസ് ആൻഡ് തിങ്സ് ലൈക്ക് ഡാഫ് ആയിരുന്നു. ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഏതൊക്കെ ഇപ്പോൾ മോക്ക് ടെസ്റ്റുകൾ മറ്റ് ഘടകങ്ങളൊക്കെ ഉണ്ട്, അപ്പം ഏതൊക്കെ രീതിയിലാണ് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തത് കസ്തൂരി? So interview mainly it was the DAF based preparation, and graduation subject prepare edu something about Kerala ane kurichu Trivandrum local things, current affairs. Yes, pinna optionals onnum kuda revise cheyidu. These were the areas that I focused for interview. And for interview preparation and lead in their bootcamp, interview bootcamp regular ആയിട്ട് attend ചെയ്തു. Group discussions Unnikrishnan sir ആയിരുന്നു moderate ചെയ്തിരുന്നത്. So I found those sessions very very helpful. And the thing is we could cover diverse range of topics, right, from international relations to economy to environment, എല്ലാം അപ്പോൾ തന്നെ കവർ ആയിരുന്നു. And I used to make notes, but discussionൽ പങ്കെടുക്കുമ്പോൾ തന്നെ നോട്ട്സ് എഴുതും. and this notes helped me revise. Interview ജസ്റ്റ് പോകുന്നതിന് മുമ്പ് ഒന്ന് നോക്കാൻ ഫ്രഷ് ആക്കി വെക്കാനും it has helped. പിന്നെ നമ്മുടെ ലീഡിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന സോ ഐ യൂസ് ടു പോസ്റ്റ് ഹിന്ദു വരും, ഇന്ത്യൻ എക്സ്പ്രസ് വരും, ഹിന്ദുസ്ഥാൻ ടൈംസ്, സോ different newspapers na kore perspectives. That thing has also really helped. And the articles that used to group il vararundarna articles about compilation cheyidittu major top trending topics, that was also really helpful. Pinna ente interviewed April ആയിരുന്നില്ല, അപ്പം ഡിസംബർ തൊട്ട് ഏപ്രിൽ വരെ ദാറ്റ് ലോങ് പ്രോസസ് ഓഫ് വെയിറ്റിംഗ് കുറച്ച് ഒന്ന് ടയറിങ് ആയപ്പോഴേക്കും ഞാൻ ഇവിടെ വന്നിട്ട് അനുരൂപ് സാറിൻ്റെ അടുത്ത് പറയും, സർ കുറേ നാളായി ഐ എം ഫീലിംഗ് ക്വൈറ്റ് ബോർഡ്. അപ്പോൾ സർ പറയും ഓക്കെ ലെറ്റ്സ് സിറ്റ് ഫോർ എ 1-on-1. അങ്ങനെ സാറും ഞാനും ഓൺലൈനിലും നേരിട്ടൊക്കെ കുറേ 1-on-1s എടുത്തു. Anil Swarup sir's guidance was very helpful. So Lead has contributed a lot towards that finishing point in that interview preparation. റിസൾട്ട് വന്ന ശേഷം ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വന്നത്? How is life after the results? After the results, yeah, kind of a change happened. You feel more happy that you're not alone in this journey of you were not alone in the journey, and you're also not alone in success. You have lots of friends ആയാലും ഇപ്പോൾ റിലേറ്റീവ്സ് ആയാലും ഈവൻ നാട്ടുകാരും, ഇപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ മീൻ കൊണ്ടുവരുന്ന ഒരു ചേച്ചിയുടെ ഒരു സന്തോഷമായാലും, ഐ തിങ്ക് ദാറ്റ് കൈൻഡ് ഓഫ് എൻ ഇന്നസെൻറ്റ് ജോയ് ദറ്റ് യു സീ ഫ്രം പീപ്പിൾ. സോ ഇറ്റ് ഈസ് ലൈക്ക് ഫീലിംഗ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് താങ്ക്സ് ടു ഗോഡ്. ആ ഒരു മൊമെൻ്റ് ആയിരുന്നു സർ. ഉറപ്പായിട്ടും ഈ യാത്ര ഒട്ടും എളുപ്പമല്ല, പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഇത് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരാളും ഏതൊരാളും എനിക്ക് തോന്നുന്നു റിപ്പീറ്റേഴ്സ് ആണെങ്കിലും ഒക്കെ ഒരുപാട് സ്ട്രെസ് സിറ്റുവേഷൻസിലൂടെ പോകും. കസ്തൂരിയുടെ സപ്പോർട്ട് സിസ്റ്റം ഏത് തരത്തിലുള്ളതായിരുന്നു? സുഹൃത്തുക്കളുമായിട്ട് കോൺസ്റ്റന്റ്ലി ടച്ചിലുണ്ടായിരുന്നു, സിവിൽ സർവീസ് സർക്കിളിന് പുറത്തും ഒക്കെ പലരും കട്ട് ഓഫ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, പലരും അങ്ങനത്തെ കഥകൾ പറഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പം എന്തായിരുന്നു സപ്പോർട്ട് സിസ്റ്റം കസ്തൂരി? ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് സിസ്റ്റം വാസ് പേരൻസ്. വീട്ടിൽ അച്ഛനും അമ്മയും ലൈക്ക് whenever I felt that self doubt എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള അച്ഛനും അമ്മയും. ലൈക്ക് എന്തുണ്ടെങ്കിലും ഐ ക്യാൻ ഓൾവേസ് അപ്രോച്ച് ദം ആൻഡ് ടോക്ക്. ഒരു ട്രസ്റ്റ് ഫാക്ടർ ഐ തിങ്ക് ബിറ്റ്വീൻ ദ പേരൻസ് ആൻഡ് ദ ചൈൽഡ് വുഡ് ഓൾവേസ് ബി സ്ട്രോങ്. അപ്പോൾ ദാറ്റ് വാസ് ദെയർ. ആൻഡ് ദെൻ അനദർ തിങ് ഈസ് മൈ ഫ്രണ്ട്സ്. എനിക്ക് ഞാൻ മിക്കവാറും ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു കുറേ നാളൊക്കെ. അപ്പോൾ ഞാൻ ഡെയിലി ക്ലാസ്സിൽ വന്ന് അങ്ങനെ ഫ്രണ്ട്സ് കുറവായിരുന്നു. സോ മൈ ഫ്രണ്ട്സ് ദാറ്റ് ഐ ഹാഡ് വെർ ഫ്രണ്ട്സ് ഹു വെർ ഔട്ട്സൈഡ് ദി പ്രിപ്പറേഷൻ സോൺ. MA ചെയ്യുന്ന ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ്, സ്കൂൾ ഫ്രണ്ട്സ്. So school friends, college friends, and also I had a study partner. So ഇവിടെ വന്നിട്ട് after prelims and mains we studied together. So അവിടെ I think that is when you connect a lot, because നമ്മൾ ഫേസ് ചെയ്യുന്ന അതേ struggles the other person preparing for the exam is also facing, and you realize it's not something that's only happening to me. So these were the systems of support. Right.
ഇപ്പോൾ നമ്മൾ പൊതുവെ കേരളത്തിലുള്ള ഒരുപാട് ആസ്പിറൻസ് ഒരുമിച്ച് നേടുന്ന സർവീസിൽ കയറുന്നവരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അങ്കിതയും അമൃതയും വന്നിരുന്നു. അത് കാലം തൊട്ട് ശ്രീകുമാർ, ശ്രീതു, തസ്നി, ഇങ്ങനെ ഒരുപാട് പേരും ഏതെങ്കിലും പരീക്ഷയുടെ ഏതെങ്കിലും സ്റ്റേജിൽ സെൽഫ് സ്റ്റഡിക്ക് അപ്പുറത്ത് കമ്പൈൻ സ്റ്റഡി കസ്തൂരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? Yes, very much. Because self-study has its limitations. For instance, I'm not very strong in areas like international relations or science and technology. Whereas my study partner, Hamis, he was very strong with IAR and either science and tech. So, and I could help him with ethics or parts like Indian society, because it's optional sociology. And so our give and take process was really helpful. പിന്നെ ആൻസർ റൈറ്റിംഗ് ആയാലും ഇപ്പം ആൻസർ എഴുതി വി യൂസ് ടു എക്സ്ചേഞ്ച്. സോ വേറൊരാൾ എങ്ങനെ ഈ സെയിം ക്വസ്റ്റിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നു, എങ്ങനെ തിങ്ക് ചെയ്യുന്നു, ആ ഒരു തിങ്കിങ് പ്രോസസ്സ് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ചിലപ്പോൾ എഴുതുന്ന എറേഴ്സ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ല, പക്ഷേ വേറൊരാൾ വായിക്കുമ്പോൾ he'll be able to point out the errors in the answers, make it better. So and ഒറ്റയ്ക്കിരുന്ന് കുറേ നേരം പഠിക്കുക കുറച്ച് ബോറിങ് ആണ്, ലൈക്ക് ബട്ട് when you have another person it becomes a challenging thing, it becomes fun there, learning becomes more involved. So yes, our role is really important. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ് ഒന്നാമത്തെ ചോയ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നോ? പലരും ഇപ്പോൾ ഈ മലയാളികൾ തന്നെ ഫോറിൻ സർവീസോ മറ്റു സർവീസോ എന്തുകൊണ്ടാണ് ഈ ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തന്നെ ആദ്യമായിട്ട് വെച്ചത്? Internet is the childhood dream of the collector ആണെങ്കിൽ IAS ആണ്. So that's the main leading factor. സുനിക്ക് ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നോ? ഈ പരീക്ഷയിൽ ഏതെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും സ്റ്റേജിൽ നമ്മൾ ക്ലിയർ ആയില്ലെങ്കിൽ കരിയറിലോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പ്ലാൻ ബിയെ കുറിച്ച് എപ്പോഴും ഞാൻ ആലോചിച്ചിരുന്നു? പ്ലാൻ ബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞിട്ട് MA പോയി. ഐ തോട്ട് MA ഉണ്ടെങ്കിൽ ഒരു പ്ലാൻ ബി ആവും. സോ ഒരു 2 to 3 weeks ഞാൻ MA ക്ലാസ്സിന് പോയതാണ്. ബട്ട് ദെൻ ഐ ഡിസൈഡഡ് ഐ ഡോണ്ട് വാണ്ട് ദിസ് പ്ലാൻ ബി. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഐ റിയലി വാണ്ട് നൗ. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് വിചാരിച്ചു ഓക്കെ BEd ഒരു പ്ലാൻ ബി ആക്കി വെച്ചാലോ. അങ്ങനെ BEdന് പോയി. ആൻഡ് ആഫ്റ്റർ 3 days അതും മനസ്സിലായി ദിസ് ഇസ് ഓൾസോ നോട്ട് ദി കപ്പ് ഓഫ് ടീ ദാറ്റ് ഐ റിയലി വാണ്ട് നൗ. ആൻഡ് ദെൻ ഐ കെയിം ടു ദിസ്. സോ whenever I constantly had this feeling of insecurity. ഇത് കിട്ടിയില്ലെങ്കിൽ ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? കാരണം വേറെ PSC ടെസ്റ്റ് എഴുതിയിട്ടൊന്നും റാങ്ക് ലിസ്റ്റ് വരുന്നില്ല. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എഴുതി പ്രിലിംസ് കയറിയെങ്കിലും മെയിൻസ് പോയി. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ വേറെ ഏതൊരു എക്സാം എഴുതി, അതും ലൈക്ക് ഐ ഡിഡ്ന്റ് മേക്ക് ഇറ്റ് ടു ദി ലിസ്റ്റ്. സോ എവറി ടൈം ഐ സെഡ് ലൈക്ക് ഞാൻ ഏത് എക്സാം എഴുതിയാലും ലിസ്റ്റിൽ വരുന്നില്ലല്ലോ, എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് there is no hope, too much of hope that you will definitely make it to the list or not. So it was kind of ഒരു ലൈഫ് ജാക്കറ്റ് ഇല്ലാത്തൊരു ഇതായിരുന്നു. പക്ഷേ ആ ഒരു ഡിറ്റർമിനേഷനും ക്ലാരിറ്റി ദാറ്റ് കസ്തൂരി ആൻഡ് ഓൾസോ സം അതേഴ്സ് ഹാവ്, അത് വളരെ കമൻഡബിൾ ആണ്. ആൻഡ് ഐ എം റിയലി ഗ്ലാഡ് ദാറ്റ് യുനോ ആ ഒരു ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ഈ ഒരു ലിസ്റ്റിൽ വരാൻ പറ്റി. ഇനി ഒരുപാട് I was also preparing for prelims along. റിസൾട്ട് വരുന്നതിന് മുമ്പ് I was taking prelims test series. Right. We can never be sure. അതെ, അപ്പോൾ സാധാരണ എല്ലായ്പ്പോഴും നമ്മൾ സംഭാഷണം കൺക്ലൂഡ് ചെയ്യുന്നത് ഈ വർഷം പ്രിലിംസ് എഴുതുന്ന ഒത്തിരി പേരുണ്ട്, അതുപോലെ പ്രിപ്പറേഷൻ തുടങ്ങുന്നവരുണ്ടാവും. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ഈ വർഷത്തെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് എന്ത് ശ്രദ്ധിക്കണം എന്നാണ് കസ്തൂരിക്ക് പറയാനുള്ളത്? സോ പ്രിലിംസിന് വേണ്ടിയിട്ട് ഐ തിങ്ക് നമ്മൾ ബുക്കിലേക്ക് പഠിച്ചതിന് മാത്രം ഒതുങ്ങി പോവാതിരിക്കുക. ബിക്കോസ് ആ പ്രിലിംസ് ഹാളിലിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ പണ്ട് കുഞ്ഞിലെ ബാലരമയിൽ വായിച്ചൊരു കഥയോ ഒരു എവിടെയെങ്കിലും കണ്ടു മറന്ന ഒരു അഡ്വർടൈസ്മെൻറ്റോ ഏത് ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രിലിംസിന് തന്നെ there was a question and ആ മിക്ക ക്വസ്റ്റ്യനും നമ്മൾ സോൾവ് ചെയ്യുന്നത് നമ്മൾ ആ പഠിച്ച കണ്ടന്റ് വെച്ചിട്ടായിരിക്കില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് അബൌട്ട് ദി തിങ്സ് ദാറ്റ് യു സീ അറൗണ്ട് യു. ഒരു പബ്ലിക് ഹെൽത്ത് സെൻറ്ററിൻ്റെ ചുവരിൽ വരച്ചു വെച്ചിരുന്ന ഒരു പരസ്യം, അതിൽ നിന്ന് നമുക്കൊരു ആൻസറിലേക്ക് എത്താൻ കഴിയും. സോ അങ്ങനെ ഇറ്റ് വാസ് മോർ അബൌട്ട് കീപ്പിംഗ് ദി മൈൻഡ് ഓപ്പൺ. സോ റാദർ ദാൻ മൈൻഡ് വർക്കിംഗ് ലൈക്ക് എ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ആൻഡ് ഗോയിങ് ടു ദ പേജസ് ദാറ്റ് യു ഹാവ് റെഡ്, മനസ്സൊന്ന് റിലാക്സ്ഡ് ആക്കി ഗെസ് ചെയ്യുന്നതിൽ ദർ ഇസ് നോ റൈറ്റ് ഓർ റോങ്. അപ്പം ആ ഗെസ് ചെയ്യാനുള്ള സ്പേസ് മനസ്സിൽ ഉണ്ടാക്കിയിടുക ഇസ് ഐ തിങ്ക് സംതിങ് ദാറ്റ് വി കൻ ഡു ആസ് പ്രിലിംസ് ഇസ് അപ്രോച്ചിങ്. ഒരുപാട് സന്തോഷം. എന്തായാലും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നൊരു കാര്യം, വളരെ എന്താ പറയുക, ശ്രദ്ധിച്ച് ഇത് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തതിൻ്റെ കൂടെ ആ ഇപ്പോൾ പറഞ്ഞ ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ തുഴയുന്നതും ചിലപ്പോൾ വലിയ മഹത്തായ കാര്യങ്ങളിലേക്ക്, നേട്ടങ്ങളിലേക്ക് നയിക്കുന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ വരാൻ പോകുന്ന നല്ല ദിവസങ്ങൾക്ക് എല്ലാ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. Lead IAS, crafted by the toppers.